Watch India's largest kids library only on Jio Hotstar. Download the app now. ഫുർഫുറി നഗരത്തിലെ വാസികളെ, ഈ സ്ഥലം എനിക്ക് തന്നേക്ക്. എനിക്ക് ഇവിടെ വേൾഡ് ക്ലാസ് ലെവലിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ എവിടെ പോയി താമസിക്കും? അതിനൊരു പദ്ധതിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റൊരു സ്ഥലത്ത് വീടുണ്ടാക്കി തരുന്നതായിരിക്കും. ഇല്ല, ഞങ്ങളൊന്നും ഫുർഫുറി നഗരം വിട്ട് എങ്ങോട്ടും പോവില്ല. ഈ നഗരം ഞങ്ങളുടെ പ്രാണനാണ്, ഞങ്ങൾ വിട്ടു പോകില്ല. നീയൊക്കെ എന്തിനടാ ഹീറോയാവാൻ നോക്കുന്നത്? മറ്റാർക്കും ഇല്ലാത്ത സുഖേട് നിനക്കെന്താടാ? ചേട്ടന്മാരെ, ഇവന്മാരുടെ അസുഖം അങ്ങ് തീർത്തു കൊടുത്തേക്ക്. ബിൽഡറിന്റെ പിള്ളേരെ, നിങ്ങൾക്ക് ഇത്രയും ധൈര്യമോ? എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നു, കാണിച്ചു തരാം. ഇന്നപിടി പറഞ്ഞില്ലേ, നിർത്ത്. ഇനി ഒരടി അവന്മാരെ അടിച്ചാ ഓടിപ്പോക്കോണം ഇവിടുന്ന്. ഇനി മേലാൽ നിങ്ങളെ രണ്ടുപേരെ ഇവിടെ കണ്ടേക്കരുത്. ഒരു കുഴപ്പമില്ല. ഞാൻ അവർക്ക് വേണ്ടി എന്നെ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തോടുള്ള സ്നേഹം കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. പാർക്കല്ലേ, അത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് സിറ്റിസൺ ഓഫ് ഫുർഫുറി നഗറിന്റെ അവാർഡ് തരേണ്ടതാണ്. I want ഫുർഫുറി നഗർ. ഈ സ്ഥലം എനിക്ക് എന്ത് വില കൊടുത്താണേലും വേണം. മോട്ടു പത്രു അവന്റെ കൂട്ടുകാർ അവിടെ ഉള്ളിടത്തോളം കാലം ഈ നാട് ഒഴിപ്പിക്കാൻ പറ്റില്ല സാർ. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എനിക്ക് സാധ്യമല്ല എന്നുള്ള വാക്ക് ഇഷ്ടമേ അല്ല. ഇതുപിടി, എന്നിട്ട് ഈ സ്ഥലം എങ്ങനെങ്കിലും ഒന്ന് ഒഴിപ്പിച്ചതാ. പിന്നൊരു കാര്യം ഓർക്കുക, എന്റെ പേര് ഇതിലൊന്നും വലിച്ചഴിക്കരുത്. ഞാൻ ചെയ്തിരിക്കും, തീർച്ചയായും ഞാനിത് ചെയ്തിരിക്കും. ഫുർഫുറി നഗരത്തെ ഒഴിപ്പിക്കുന്നതിൽ നിന്നും ആർക്കും എന്നെ തടുക്കാനാവില്ല. ഈ എനിക്ക് പോലും കഴിയില്ല. ബൈ ബൈ. ഇത്രയും പൈസ കൈവച്ചോണ്ട് ഞാൻ സൂപ്പർ ഡോണായി മാറും. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. എന്ത് ഐഡിയ ആണ് ബോസ്? മോട്ടു പത്ലു, പിന്നെ ചായക്കടക്കാരൻ ജട്ക ഹസിഡറാം ചിങ്കം, അവരെല്ലാവരെയും ഭൂതത്തെ കാണിച്ച് പേടിപ്പിക്കാം. അവന്മാരത് കണ്ട് സ്ഥലം വിട്ടോളും. അങ്ങനെ നാട്ടുകാര് മുഴുവനും ഓടി രക്ഷപ്പെട്ടോളും. പിന്നെ ഈ സ്ഥലമൊക്കെ നമ്മുടേതായി തീരും. പിന്നെ ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. കൊള്ളാം ബോസ്, കൊള്ളാം. എവിടുന്നാ ഈ ഐഡിയ ഒക്കെ കിട്ടുന്നേ? ഇങ്ങനെ നമുക്ക് ഫുർഫുറി നഗരത്തിലെ എല്ലാവരെയും ഓടിക്കാൻ പറ്റും. ഒരാൾ ഓടിയാൽ എല്ലാവരും ഓടും. അങ്ങനെ ഫുർഫുറി നഗരം കാലിയാകും. ആരാ ഇത്? എന്താ നടക്കുന്നത്? ഞങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യാൻ ഒരു കുക്കിനെ ആവശ്യമുണ്ട്. ഞങ്ങൾക്കാരെ ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നോ. ഞങ്ങൾ ആ കറുത്ത മലയിലെ പുരാതന ഭൂതങ്ങളാണ്. ഭൂതം. അതെ മോട്ടു പത്ലു, വാതില് തുറക്ക്. അതെ, വാതില് തുറക്കാൻ. ഒന്ന് വേഗം വാതില് തുറക്ക്. രാത്രി എന്തിനാ കിടന്നിങ്ങനെ നിലവിളിക്കുന്നേ? എന്താ ചായക്കട ചേട്ടാ, എവിടെയാ നിങ്ങൾ ഭൂതത്തിനെ കണ്ടത്? പുറത്ത് ഭൂതമുണ്ട്. അതിന്റെ പാത്രമൊക്കെ എടുത്തിട്ട് പോയി. അവര് പാർട്ടി നടത്താൻ പോവുക. എന്താ ഈ കൊച്ചു പിള്ളേരെ പോലെ ഭൂതത്തിനെയൊക്കെ പേടിക്കുന്നേ? എന്റെ ചായക്കട ചേട്ടാ, നിങ്ങൾ പേടിക്കണ്ട. ഒരു ഭൂതവും ഗീതവും ഒന്നും ഇല്ലെന്നേ. സത്യത്തിൽ നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടാവും. അല്ല, ഈ മ്യൂസിക് ആരാ വായിക്കുന്നേ? അത് തന്നെയായിരിക്കും. അയ്യോ, അതിവിടെയും വന്നോ? അപ്പൊ ഞാനെന്താ ഇത്രയും നേരം ഇംഗ്ലീഷാണോ പറഞ്ഞോണ്ടിരുന്നേ? ഇവിടെ വിളിക്കാം. അങ്ങോട്ടോട്. അല്ല, അങ്ങോട്ടല്ല, ഇങ്ങോട്ടോട്.
ഭൂതം മുട്ടുപത്തിലു ഭൂതം അവിടെ നോക്ക് അതാ. ചേട്ടന്മാരെ കുറച്ച് പഞ്ചാര തരാമോ? ചായക്കകത്തിടാനാ. പഞ്ചസാര തീർന്നു പോയല്ലോ. ഇനി ആ ചിങ്കവും ചട്കയും മാത്രമേ ബാക്കിയുള്ളൂ. അവന്മാരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാം. Why fear when Chingam is here? ഞാൻ ഇപ്പൊ തന്നെ നോക്കാം ഭൂതം ഇവിടെ വന്നിട്ടുണ്ടോന്ന്. നിങ്ങൾ വെറുതെ വിഷമിക്കണ്ടേ. ഞാൻ ഇപ്പൊ തന്നെ ഭൂതത്തിനെ പിടിച്ച് ഡോക്ടർ ജഡ്കയുടെ അടുത്ത് കൊണ്ടുപോയിക്കോളാം. സാർ നിങ്ങളൊരു ടോപ്പാണ്. ഹിന്ദുസ്ഥാന്റെ ഹോപ്പാണ് സാർ. ഭൂതങ്ങളെയും പേടിയില്ല. Oh no, എന്റെ ജീപ്പ് ആരാണ് കൊണ്ടുപോകുന്നത്? വിതൗട്ട് മൈ പെർമിഷൻ. ഏയ് അവിടെ നിക്ക്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവിടെ നിൽക്കാൻ. എന്റെ അമ്മോ, ജീപ്പ് വിതൗട്ട് എ ഡ്രൈവർ. എന്റെ അമ്മോ, ജീപ്പിനകത്ത് ഭൂതമുണ്ട്. അതിപ്പോ തന്നെ ഇങ്ങോട്ട് വരും. നമുക്ക് എവിടെയെങ്കിലും ഒളിഞ്ഞു നിൽക്കാം. നമുക്കറിയാം ഭൂതമൊന്നും ഇല്ലാന്ന്. ആരോ നമ്മളെ പേടിപ്പിക്കുന്നതാ. നമ്മളിപ്പോ സാവകാശത്തോടു കൂടെ ആലോചിക്കേണ്ട സമയം. ആർക്കാണ് നമ്മളെ ഇവിടുന്ന് ഓടിക്കേണ്ട ആവശ്യമുള്ളത്? ആ ബിൽഡർക്ക്. ജോണിന്റെ സഹായത്തോടെ ഭൂതങ്ങളുടെ വേഷം കെട്ടി നമ്മളെ പേടിപ്പിച്ചതാ. അപ്പൊ നമ്മൾ ഫുർഫുറി നഗർ ഉപേക്ഷിച്ച് പോയി കളയുമെന്ന് വെച്ച്. ആ ബിൽഡർ നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് ഭൂതത്തെ കാണിച്ച് പേടിപ്പിച്ചാൽ നമുക്കും ഡ്യൂപ്ലിക്കേറ്റ് ഭൂതത്തെ കാണിച്ച് പേടിപ്പിച്ചുകൂടെ? എന്റെ കയ്യിൽ ഒരു പൗഡർ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ തേച്ചു കഴിഞ്ഞാൽ ശരീരം ഇൻവിസിബിൾ ആയി മാറും. ഐഡിയ. നമ്മൾ അവന്മാരെ ശരിക്കും പേടിപ്പിക്കും. അവന്മാര് പേടി കാരണം എല്ലാ സത്യം തുറന്നു പറഞ്ഞേക്കും. എന്റെ പ്ലാന് കേക്ക്. നല്ല ഡാൻസും പാട്ടുമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്ന ജോലി പൂർണ്ണമായിട്ടും തീർത്തു എന്ന് വിശ്വസിക്കുന്നു. ആ ബോട്ടും ബദലും ആ ചായക്കടക്കാരനും ശരിക്കും പേടിച്ചിട്ടുണ്ട്. അവന്മാരെ നിക്കറി മുള്ളി എന്നാ തോന്നുന്നത്. അവരുടെ കൂടെ ആ ഘസീഡറാമും ചട്കയൊക്കെ ഓടിപ്പോയി കാണും. അവന്മാര് ഭയങ്കര പേടിത്തൊണ്ടന്മാരാണെന്ന്. ഇനി ഇവിടെ ആരും നിൽക്കാൻ പോകുന്നില്ല. എന്നെ ഒന്ന് രക്ഷിക്കൂ. ഇവിടെ ഭൂതം ഇറങ്ങിയിട്ടുണ്ട്. അവരെ കണ്ട് പേടിച്ച് മോട്ടുവും പത്തലും ചിങ്കം സാറും അവരെ കണ്ട് പേടിച്ച മുകളിലേക്ക് എപ്പോഴേ പോയി കഴിഞ്ഞു. എന്നിട്ട് ഭൂതമായിട്ട് അവര് തിരിച്ചു വന്നിരിക്കുക. താൻ എന്ത് ഊളത്തിനാണോ പറയുന്നേ? ആൾക്കാരെയൊക്കെ പേടിപ്പിച്ചത് ഈ ഞങ്ങള് അറിയാമോ? വലിയേട്ടാ, രക്ഷപ്പെടാൻ നോക്കണ്ട. പത്തലു, ഇവിടെ ജോണും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എല്ലാവരെയും കൊണ്ടുപോകാം. അതായത് ഭൂതമായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് എല്ലാവരെയും കൊണ്ടുപോകാം. ഇത് ശരിക്കും ഭൂതം തന്നെയാ. ഏയ് ജോൺ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പക്ഷെ നീ പേടിക്കണ്ട. നിന്നെ ഞാൻ ഭൂതമാക്കിയിട്ട് എന്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം. നമ്മൾ എല്ലാരും ചേർന്ന് ഭൂതമായിട്ട് തന്നെ ഇരിക്കാം. വേണ്ട, എന്നെ ഭൂതമാക്കി മാറ്റരുത്. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കേ. ഇതെവിടെയാ നമ്മൾ പെട്ടിരിക്കുന്നത്? ഇത്ര എന്തിനാണ് ഇവരെയൊക്കെ പേടിപ്പിക്കാൻ പോയത്? ഇവരെ ഭൂതമായി പോയില്ലേ? ജോണല്ലേ പേടിപ്പിച്ചത്. ഫുർഫുറി നഗരത്തിൽ ഭൂതം ഇറങ്ങിയിട്ടുണ്ടെന്ന്, ശരിക്കുള്ള ഭൂതമെന്ന്. ഇനി ഞങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളെയും ഭൂതമാക്കും. എന്നിട്ട് കൂടെ കൊണ്ടുപോകും. നിങ്ങളാണെങ്കിൽ നല്ല മനുഷ്യരുമല്ലേ? ഇല്ല, ഞങ്ങൾ നല്ലവരല്ല. ജോണാണ് നിങ്ങളെല്ലാവരും ഭൂതമായിട്ട് അഭിനയിച്ച് പേടിപ്പിച്ചത്. ഇതെല്ലാം ഇവന്റെ ഐഡിയ ആയിരുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും ഫുർഫുറി നഗർ വിട്ട് പേടിച്ചിട്ട് ഓടിപ്പോകുമെന്ന്. ഞങ്ങളോട് ക്ഷമിക്കൂ. ഒരു തവണത്തേക്കെങ്കിലും ക്ഷമിക്കൂ പ്ലീസ്. തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട. ഭൂതാവുന്നതിന് മുമ്പ് കുറച്ച് ഡാൻസ് കളിച്ചിട്ട് ഭൂതാവാ.
ഡാൻസ് വേണ്ട, ഡാൻസ് വേണ്ട. ഇതൊന്ന് നിർത്തൂ ചിങ്കം സാറേ, ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോകും. ഓ, നിങ്ങള് സ്വയം ഭൂതമായി മാറിയല്ലോ. കോൺസ്റ്റബിൾസ് എവിടെ? കോൺസ്റ്റബിൾസ് അവരെ വിളിക്ക്. ഉച്ചേ. വന്നേ വന്നേ. വിട്, വിട്. വരൂ എന്നോട് ക്ഷമിക്കൂ. മോട്ടു നിങ്ങളെ ക്ഷമിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇൻസ്പെക്ടർ ചിങ്കം നിങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ല. കാരണം ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ് ആണ്. എന്നെ പോലെ മാന്യന നിഷ്കളങ്കരമായ ഒരു വ്യക്തിയെ ഇങ്ങനെയൊക്കെ കാണിച്ച് പറ്റിച്ചില്ലേ? Watch India's largest kids library only on Jio Hotstar. Download the app now.